ഗുരുദേവന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് വീണ്ടും ചർച്ചയാകുകയാണ് വെള്ളാപ്പള്ളി നടേശനെ ചുറ്റിപ്പറ്റിയ പുതിയ വിവാദങ്ങൾ. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും അതിനെ തുടർന്നുയർന്ന വിമർശനങ്ങളും വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുയുടെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഈ വിവാദം ഗുരുദേവന്റെ സന്ദേശവും സംഘടനയുടെ ഇന്നത്തെ നിലപാടുകളും വീണ്ടും പൊതുചർച്ചയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് വീണ്ടും ചർച്ചയായിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെ ചുറ്റിപ്പറ്റിയ പുതിയ വിവാദങ്ങളും വിമർശനങ്ങളും. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ വൃത്തങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ പ്രതികരണങ്ങളാണ് ഉയർന്നത്. കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ പ്രധാന സംഘടനയായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആശയപരമായി പിന്തുടരുന്നത് മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുയുടെ സന്ദേശങ്ങളെയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഗുരുദേവന്റെ ആശയം സമത്വത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും പ്രതീകമായി കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SNDPയുടെ നേതൃത്വത്തിൽ നിന്നുള്ള ഓരോ നിലപാടും പലപ്പോഴും ഗുരുദേവന്റെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തപ്പെടാറുണ്ട്. സമീപകാലത്ത് സംസ്ഥാന ഗതാഗത മന്ത്രിയായ KV ഗണേഷ് കുമാറിനെ ചുറ്റിപ്പറ്റി വിവാദത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണങ്ങളാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് തുടക്കമായത്. ഒരു പൊതുപ്രവർത്തകൻ വ്യക്തിപരമായ ജീവിതത്തിലും ഉത്തരവാദിത്തം പാലിക്കേണ്ടതുണ്ടെന്നും അത്തരം വിവാദങ്ങൾ ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രസ്താവനകൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ രംഗത്ത് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു. ചിലർ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ പിന്തുണച്ചപ്പോൾ മറ്റു ചിലർ അതിനെ വിമർശിക്കുകയും ചെയ്തു. ഗുരുദേവന്റെ സമത്വവും മാനവികതയും മുൻനിർത്തുന്ന സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ കൂടുതൽ സമതന്ത്രിതമായ ഭാഷയും സമീപനവും വേണമെന്ന അഭിപ്രായവും ഉയർന്നു. ഇതോടെ വിഷയത്തെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ ആരംഭിച്ചു. ഇതിനൊപ്പം തന്നെ മറ്റൊരു സംഭവവും വിവാദ ശക്തമാക്കാൻ കാരണമായി. ഒരു മാധ്യമ പ്രവർത്തകരെ കുറിച്ച് നടത്തിയ പരാമർശത്തെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി ഉയർന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ സംഭവവും വെള്ളാപ്പള്ളിയെ വീണ്ടും വാർത്തകളിൽ എത്തിച്ചു. ഇങ്ങനെ വിവിധ പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒരുമിച്ചെത്തിയതോടെ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളും SNDPയുടെ നേതൃത്വവും വീണ്ടും പൊതുചർച്ചയുടെ കേന്ദ്രത്തിലായിരിക്കുകയാണ്. ഗുരുദേവന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിമർശനങ്ങളും ഇതോടെ വീണ്ടും ശക്തമായി ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്.